ബംഗ്ലാദേശ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൗണ്ടർ റിവോൾട്ട് എന്ന് പറയണം. 2024 ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് അവിടെ ബംഗ്ലാദേശ് കത്തി എരിഞ്ഞ വലിയ കലാപം ഉണ്ടായത്. അന്നാണ് പ്രാണനും കൊണ്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നത്. അന്നു മുതൽ ആഗസ്റ്റ് 5 മുതലോ മറ്റോ ആണ് അവർക്ക് അഭയം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1.5 കൊല്ലം കഴിയുമ്പോഴാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഈ 2026 ഫെബ്രുവരി 22 മറ്റോ ആണ് അവിടെ ഇലക്ഷൻ. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥി, മത്സരിച്ചാൽ തന്നെ ഒരുപക്ഷെ യുവാക്കളുടെ പ്രതിനിധിയായിട്ട് ഒരു വലിയ പദവിയിൽ വരുമായിരുന്ന ഒരാളാണ് ആ ഹാദി. എന്താണ് ഷെരീഫ് ഉസ്മാൻ ഹാദി എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടത് അജ്ഞാതരായ ഒരു സംഘം വന്ന് കൊന്നതാണ്. അതിനെ തുടർന്നിട്ട് അവിടെ കലാപം കത്തിപ്പടരുകയാണ്. അപ്പോൾ 1.5 കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഈ താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടല്ലോ, ആരുടെയോ പാവ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെതിരായിട്ടാണ് ഇപ്പോൾ കലാപം ഭീകരമായിട്ട് കത്തുന്നത്. ഒന്ന്. രണ്ടാമത് ഷെയ്ഖ് ഹസീനക്കെതിരായി കലാപം നയിച്ച BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അവിടുത്തെ പ്രതിപക്ഷ അന്നത്തെ ഖാലിദ സിയയുടെ പാർട്ടിയാണ്. അമ്മ വലിയ അപകടാവസ്ഥയിലാണ്, ഇപ്പോൾ വെന്റിലേറ്ററിലാണ്, ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഖാലിദ സിയയുടെ BNP, അവിടെ നിരോധിക്കപ്പെട്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമി, അവരൊക്കെ കയറൂരി വിട്ടിട്ടാണ് അവിടെ കലാപം നടത്തി ഹസീനയെ ഓടിച്ചത്. ഇപ്പോൾ ആ കലാപം നടത്തിയവർക്കൊക്കെ എതിരെ തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ ഹാദിയെ കൊന്നുകൊണ്ടാണ് ഈ കലാപം നയിച്ചവർക്കെതിരെയുള്ള ജനവികാരം വന്നത്. ഹാദിയാണ് അതിൽ ആദ്യത്തെ ഇര. അന്നു മുതൽ കലാപം കത്തിപ്പടരുകയാണ്. അതിൻ്റെ ഹാദിയെ കൊന്നതിന് ബദലായി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ്. അവിടെ ഈ പാവം പിടിച്ച ഒരുത്തൻ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ മൈനോൻ സിംഗ്, അവിടുത്തെ ഒരു ജില്ലയിൽ നാട്ടുംപുറത്ത് ഒരു തുണി ഷോപ്പ്, എന്ന് വെച്ചാൽ വസ്ത്ര നിർമ്മാണശാലയിലെ സാധാരണ ജോലിക്കാർ, 27 വയസ്സുള്ളൊരു പയ്യൻ, ദാസ് എന്നാണ്, ദീപു ചന്ദ്രദാസിനെയാണ് ഭീകരമായിട്ട് കൊന്നത്. ചില്ലറ കൊലപാതകമല്ല. ആദ്യം അടിച്ചു കൊല്ലുക, എന്നിട്ട് മരത്തിൽ കെട്ടിയിടുക, എന്നിട്ടും മതിയാവാതെ ആ മരത്തിനും ഈ മനുഷ്യനെയും ചേർത്ത് തീ കൊളുത്തുക, എന്നിട്ട് ആക്രോശിക്കുക. ഈ മനുഷ്യപ്പറ്റെന്താണ് എന്ന് ഓർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അരാജകമായ കൊലപാതകമാണ്. അത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ്. പൊതുവെ ഈ പണ്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഡോക്ടർ നജീബുള്ളയോട് കാണിച്ചു കണ്ടില്ലേ, ഇവരുടെ ഒരു ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പൊതുവികാരമാണത്. മനുഷ്യനെ വേണമെങ്കിൽ വെടിവെച്ച് കൊന്നോട്ടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വെടിവെച്ച് കൊല്ലുന്നതും കഴുത്തറുത്ത് കൊല്ലുന്നതിൻ്റെയൊക്കെ വീഡിയോ മനുഷ്യനെ കാണിക്കുന്ന ഒരു കൾച്ചർ ഇസ്ലാമിക് ടെററിസത്തിൻ്റെതാണ്. അപ്പോൾ ആ ഒരു പൊതു സ്വഭാവമാണുള്ളത്. ഇതിലിപ്പോൾ ഈ കലാപത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിനൊക്കെ തീർച്ചയായിട്ടും അപലപിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഈ ഹാദി കൊല്ലപ്പെടുന്നതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്താ? ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ആരാണോ യഥാർത്ഥത്തിൽ പങ്കെടുക്കേണ്ടവരെ പങ്കെടുപ്പിക്കുമ്പോഴല്ലേ തെരഞ്ഞെടുപ്പാവുള്ളൂ. അവാമി ലീഗിനെ പങ്കെടുപ്പിക്കാത്ത തെരഞ്ഞെടുപ്പാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രാതിനിധ്യമില്ലാത്ത ഇലക്ഷനാണ്. അങ്ങനെ ഒരു ഇലക്ഷൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവണം. അത് തീരുമാനിച്ചത് ആരാണെന്ന് ബംഗ്ലാദേശികൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് കൂടിയായിരിക്കണം ഒരു പക്ഷേ ഒരു ഇന്ത്യക്കാരനെ കിട്ടിയപ്പോൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ത്യക്കും അതിൽ റോളുണ്ട് എന്ന് അവർ ശരിയായോ തെറ്റായോ ധരിച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് അറിയാനുള്ള ഒരു കാര്യം, ഷെയ്ഖ് ഹസീന ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണം, അതിലും ഇന്ത്യക്കാർക്കെതിരെ നടക്കുന്ന ആക്രമണം, അത് ബംഗ്ലാദേശിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ടോ? ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കാര്യമുണ്ടോ? അത് മുടക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഈ കലാപം ആസൂത്രിതമല്ലേ? അതിൽ തീർച്ചയായിട്ടും ഒരു പാവം ഇന്ത്യക്കാരൻ കൂടി ബലിയാടായി. പക്ഷെ ഷെയ്ഖ് ഹസീന ഈ വിഷയത്തിൽ എന്തു പറയുന്നു? ഹസീനയുടെ കാര്യത്തിലും വലിയ വേവലാതിയുണ്ട്. ഹസീനക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഹസീനയെ വിട്ടുകൊടുക്കണമെങ്കിൽ ഇന്ത്യ വെച്ച കണ്ടീഷൻ സമാധാനപൂർണമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം, ഇൻക്ലൂസീവായ തെരഞ്ഞെടുപ്പ് നടക്കണം. എന്നിട്ട് സമാധാനപൂർവ്വം ഒരു ഗവൺമെന്റ് വന്നാൽ ആരാവട്ടെ, ഞങ്ങൾ വിട്ടുതരുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന്. ഹസീന എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ? ഹസീന പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് ഈ പോക്ക് പോയാൽ 100% ഇല്ലാതെയാകുമെന്നാണ്. അതായത് ബംഗ്ലാദേശിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാർ ഈ പറഞ്ഞതുപോലെ ഹിന്ദുഹത്യയാണ് ഈ അക്രമത്തിന്റെ പുറകിൽ നടക്കുന്നത്. പാകിസ്ഥാൻ ISIയുടെയും അത് ജമാഅത്ത് ഇസ്ലാമിയും കൂടെ കെയർ ഓഫിലാണ് ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഹാദി എന്ന് പറയുന്ന ആൾ മരിച്ച ആളായിരുന്നല്ലോ ഈ
നേരത്തെ ഇവരെ അവിടുന്ന് ഇറക്കുന്നതിന്, അതായത് വിപ്ലവം നടത്തിയാണല്ലോ ഹസീനെ അവിടുന്ന് വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം കൊടുത്തതും. നമ്മളുടെ ഏതാണ്ട് 7ഓളം 7 സിസ്റ്റേഴ്സ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കിട്ടിയാൽ മാത്രമേ ബംഗ്ലാദേശ് ഉൾക്കടൽ അവർക്ക് കൃത്യമായ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവർക്ക് വികസിക്കാനും സാധിക്കത്തുള്ളൂ. അതായത് പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഇന്ത്യക്കെതിരെ വാതോരാതെ സംസാരിക്കുന്നതിനും ഇന്ത്യക്കെതിരെ അവിടുത്തെ ജനങ്ങളെ ശരിക്കും എതിർപ്പുണ്ടാക്കി നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ച ആളായി മരിച്ച ആൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം അവിടെ ഇപ്പം ഇടക്കാല ഗവൺമെന്റ്, ഹസീനയ്ക്ക് ശേഷമുള്ള ഇടക്കാല ഗവൺമെന്റ്, ഈ ഇടക്കാല ഗവൺമെന്റ് നിയമിച്ചത് തന്നെ വീണ്ടും ജനാധിപത്യപരമായിട്ട് അവിടെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ്. BNP എന്ന് പറയുന്ന പാർട്ടി മത്സരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഒരു കാലത്ത്. കാരണം അവർക്ക് മത്സരിച്ചിട്ട് കാര്യമില്ല, അത്രയ്ക്ക് മാൻഡേറ്റ് ഇല്ല, അവർ മാറിയെന്നാണ്, പ്രതിപക്ഷം മത്സരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇത്രയും മാൻഡേറ്റ് ഉള്ള ഒരാളെ ജനാധിപത്യ അട്ടിമറിയിൽ കൂടി വന്ന ആളിനെ അട്ടിമറിയിലൂടെ മാറ്റി നിർത്തിയിട്ട് ആ പാർട്ടി നിരോധിക്കുക ഒരു കാരണവുമില്ല. കാരണം അവരിനി മത്സരിച്ചാൽ അവർക്കേ വരത്തുള്ളൂ. അപ്പം അത് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഇലക്ഷനെ നയിക്കാൻ പോകുമ്പോൾ ഈ BNP ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ ഇവരെ വന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി നിന്ന പ്രതിപക്ഷ പാർട്ടിയും അല്ലെങ്കിൽ വിദ്യാർത്ഥി സംവിധാനവും ഒക്കെ ഈ പറയുന്ന യൂനസിനെതിരാവുക. യൂനസ് വിചാരിക്കുന്ന നാളെ ഇലക്ഷൻ നടത്തിയാൽ ആരുടെ കെയർ ഓഫിലായാലും അവർ ഇലക്ഷൻ നടക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെ നടത്തുന്നു, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു. അന്ന് ഞാനല്ലോ ഹസീന എന്ന് പറഞ്ഞ പാർട്ടിയാണ്, അയാൾക്ക് വരാൻ സാധിക്കും. ഇപ്പം അയാൾക്ക് വരാൻ സാധിക്കുന്നില്ല. അയാളുടെ ഭാഗത്ത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമി മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം ഇലക്ഷൻ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. എന്തെന്ന് വെച്ചാൽ അവിടുത്തെ സൈന്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ധാക്ക ഉൾപ്പെടെ അവിടുത്തെ സൈന്യം ടാങ്കർ എത്ര കാലം കൊണ്ട് ഇട്ടേക്കുക, ഏത് സമയം പിടിച്ചെടുക്കാം. പക്ഷെ പിടിച്ചെടുത്തതിന് ശേഷം അത് കൊണ്ടുപോകുന്നതിന് ബലമുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവത്തില്ല സൈനിക മേധാവിക്ക്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പിടിക്കും. ഇപ്പം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം ഹസീനയ്ക്കെതിരെ വധശിക്ഷ, ഇലക്ഷന് മുമ്പ് ഹസീനയ്ക്കെതിരെ വധശിക്ഷയുടെ തീരുമാനം ഉണ്ടാക്കി. വധശിക്ഷ വിട്ടുകൊടുക്കണമെന്ന് ഇന്ത്യ പറഞ്ഞ് അവിടെ നിൽക്കട്ടെ, അതിന് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൊടുക്കത്തില്ലല്ലോ, അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ഹസീനയുടെ കെയർ ഓഫിൽ അതുവരെ ഇല്ലാത്തോണം ഈ ഹസീനയുടെ പാർട്ടി, അതായത് ഈ പറയുന്ന ഹസീനയുടെ പാർട്ടിക്കാരെ അതുവരെ അടിച്ചമർത്തിയിട്ടിരുന്ന് എവിടുന്നോ അവരങ്ങ് ബൂസ്റ്റായി. അവർ ഭയങ്കര കലാപം, ഭയങ്കര പ്രക്ഷോഭം, അല്ലെങ്കിൽ അവിടെ ഇത് അനുവദിക്കാൻ പറ്റത്തില്ലെന്ന് ഹസീനയുടെ മകൻ പറയുമ്പോൾ ആളുകൾ ഇളകുന്നു. അതിനുശേഷമാണ് ഈ കലാപം. ഈ കലാപം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും അന്ന് അട്ടിമറി നടത്തിയ അവർ വീണ്ടും കലാപത്തിൽ വരുമ്പോൾ സാറി പറഞ്ഞതോടെ അവിടെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളിനെ അവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഇല്ല. മനസ്സിലാവുന്നുണ്ട്? ഈ പറയുന്ന ഹാദി എന്ന് പറയുന്നവനെ കൊന്നവനാരെ ഇന്ത്യക്കാരനാണെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു ബന്ധിപ്പിച്ചേക്കുമല്ലേ. ഇന്ത്യ പറയുന്നത് നിങ്ങൾ കയറി നോക്ക് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആൾ ഇവിടെ ഉണ്ടോ, ഇന്ത്യക്കകത്തോട്ട് അയാൾ വന്നിട്ടില്ല, അതിനകത്ത് നിന്ന് തന്നെ കൊലപാതകം നടന്നിട്ടില്ല, അവർ തന്നെ കൊന്നതെന്ന് അങ്ങനെ അറിയാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെയും ഭീകരവാദ ഗ്രൂപ്പിന്റെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം താല്പര്യമാണല്ലോ. അവൻ മുന്നിൽ നിൽക്കുന്നതിനെയും പുറയുന്ന വെടിവെച്ച് കൊല്ലും കാര്യത്തില്. അപ്പം ഇപ്പൊ ഇതിനകത്ത് ഹസീന വർത്തമാനം പറഞ്ഞിരിക്കുന്നു, ഈ ബംഗ്ലാദേശിൽ ഇങ്ങനെ പോയാൽ ബംഗ്ലാദേശ് ഉണ്ടാവത്തില്ല. ഈ വർത്തമാനം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഈ വർത്തമാനം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇയാളെ നേതാവായിട്ട് കണ്ടിട്ടുള്ളത് USA. ഇവന് വേണ്ടി എക്സിൽ പരസ്യമായിട്ട് ഏറ്റവും വലിയ ലോക നേതാവിനെ അനുശോചിക്കുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഞങ്ങൾ ഈ പറയുന്ന കലാപകാരികളുടെ കൂടാണെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ വെളിപ്പെടുത്തിയിരിക്കുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കലാപത്തിന്റെ പിറകിൽ അമേരിക്ക ഉണ്ട്. അസ്ഥിരമാക്കേണ്ടത് ബംഗ്ലാദേശിനെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് കാണും, അല്ലെങ്കിൽ ചൈനയ്ക്ക് കാണും, അല്ലെങ്കിൽ പാകിസ്ഥാന് കാണും. അതിനകത്ത് റഷ്യ കയറി ഇടപെട്ടുണ്ടോ? അങ്ങനെ അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം റഷ്യ പുതിയ റൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ. അപ്പോൾ ഇതിനകത്ത് ഒരു ഇടപെടിയിൽ ഹസീന ഇപ്പം സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ ബംഗ്ലാദേശ് പോയാൽ ശരിയാവത്തില്ല. ബംഗ്ലാദേശ് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇത് നിർത്തണം. ഇതൊക്കെ നിർത്തി ലോകത്തിലെ ഏറ്റവും സമാധാനപരമായിട്ട്, അല്ലെങ്കിൽ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ ജയിലിൽ പിടിച്ചിട്ട് അംഗീകാരം മേടിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇവരുടെ കെയർ ഓഫ്. അപ്പോൾ ഇത് ഇങ്ങനെ പറയണമെങ്കിൽ സാറേ ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കലാപം ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. കലാപകാരികൾ പാർലമെന്റ് വളഞ്ഞു നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ പറയുന്ന യൂനസ് എന്ന് പറയുന്ന ആളിനെ പോലും നമ്മൾ ഇത് അയാളുടെ കെയർ ഓഫിലായിരിക്കും, അയാൾക്ക് വേണ്ടപ്പെട്ടവനായിരിക്കും. പക്ഷേ യൂനസ് എന്ന് പറയുന്ന ആളിനെ പോലും കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. യൂനസിന് ഒരുപക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ യൂനസ് മരണപ്പെട്ടാലും, അല്ലെങ്കിൽ ഈ കലാപം ആ രീതിയിലൊക്കെ പോയാലും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാനീ പറഞ്ഞു വന്നത്, അവിടുത്തെ ഈ കലാപം അടിച്ചമർത്തും, ഒരുപക്ഷെ പട്ടാള ഭരണം വരും. അതിനൊരു അങ്ങനെ ആവട്ടെ, അങ്ങനെ വരട്ടെ എന്ന് തീരുമാനിക്കേണ്ട ചില ആൾക്കാരുണ്ട്. ആ തീരുമാനിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ, പട്ടാള ഭരണം വന്നാൽ ഹസീനയ്ക്ക് അവിടെ മത്സരിക്കും. അന്നേരം പട്ടാളമാണല്ലോ തീരുമാനിക്കുന്നത്. ഹസീനയുടെ ബാൻ മാറ്റിയാൽ മതി, ഹസീനയ്ക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരും. വീണ്ടും ബംഗ്ലാദേശിന്റെ ഇലക്ഷൻ നടന്നാൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഹസീനയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ, അല്ലെങ്കിൽ ആ രീതിയിലേക്കാണോ അതിന്റെ റൂട്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിന്റെ തീർച്ചയായിട്ടും ഈ തീക്കളിയുടെ പിന്നിൽ മറ്റൊരു
ബോധപൂർവ്വം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള ഒരു കളി കൂടി ഇപ്പോൾ കളിക്കുന്നുണ്ട്. മുഹമ്മദ് യൂനിസിന്റെ ബുദ്ധിയാണോ ആരാണ് അതിന് പിന്നിൽ നമുക്ക് അറിഞ്ഞൂടാ. സത്യത്തിൽ ഇപ്പോൾ ഹസീനക്കെതിരെ കലാപം ഉണ്ടാക്കിയത് BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഇവരൊക്കെയാണല്ലോ. അവരുടെ ഒരു ലീഡറാണ് കൊന്നത്, അജ്ഞാതരാണ് കൊന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ലീഡറെ, അന്നത്തെ കലാപകാരികളുടെ ലീഡറെ അവർ അധികാരത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് കൊല്ലുന്നു. സ്വാഭാവികമായിട്ടും ആരായിരിക്കും അത്? ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ ഒരു ആംഗിളെ ഞാൻ പറയുന്നത്, സ്വാഭാവികമായിട്ടും അവാമി ലീഗ് ആണല്ലോ തിരിച്ചടിക്കുക. അപ്പോൾ അവാമി ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ആണല്ലോ ഇവർ ടാർഗറ്റ് ചെയ്യേണ്ടത്. പകരം ഇപ്പോൾ ടാർഗറ്റ് ചെയ്തത് ആരാന്നറിയോ? നിരപരാധികരായ ഒരു ഹിന്ദുവിനെ, അതും ഇന്ത്യക്കാരനായ ഇന്ത്യൻ പേരുള്ള ഒരു ഹിന്ദുവിനെ, അവിടെ ഈ ഫാക്ടറിയിൽ പണിയെടുക്കാൻ പോയ, തുണിമില്ലിൽ പണിയെടുക്കാൻ പോയ ഒരു തൊഴിലാളിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഇവർ സാധിക്കുന്നത് ഈ ബംഗ്ലാദേശിനകത്തെ ഒരു ഇഷ്യൂവിനെ, ബംഗ്ലാദേശിലെ യഥാർത്ഥ ജനാധിപത്യവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ, ബംഗ്ലാദേശ് ദീർഘകാലം സാമാന്യം നന്നായി ഭരിച്ച ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്, അവാമി ലീഗും അല്ലെങ്കിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചേർന്ന തീവ്രവാദി മുന്നണിയും അവർ തമ്മിലുള്ള ഇഷ്യൂവിനെ ഇന്ത്യക്കെതിരാക്കി മാറ്റി തീർക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യ വിരുദ്ധമായൊരു വികാരം ഉണ്ടാക്കിയിട്ട് ബംഗ്ലാദേശി ഐക്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, 2024 കലാപത്തെക്കുറിച്ച് ഇന്ത്യ പറഞ്ഞത് എന്താ? അവിടെ അതിവേഗത്തിൽ സമാധാനം വരണമെന്നാണ്. 2025 ഈ കലാപത്തെക്കുറിച്ച്, 1.5 കൊല്ലം കഴിഞ്ഞിട്ട് നടന്ന ഈ ആഴ്ചയിലെ കലാപത്തെക്കുറിച്ച് ഇന്ത്യ പറഞ്ഞത് കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തണമെന്നാണ്. അതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയോ? അളന്നു മുറിച്ച് വാക്ക് പ്രയോഗിക്കുന്നതാണ് ഈ ജയശങ്കറിൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? 2024 കലാപത്തിന് ഉത്തരവാദിയായവരാരാണോ ആ ഭരണകൂടത്തെ തൂക്കിലേറ്റണം എന്നാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വിധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കലാപത്തിന് ആരാ ഉത്തരവാദി? നിരപരാധിയായ ഈ ദാസ് ഉൾപ്പെടെയുള്ള മനുഷ്യരെ കൊന്നതിന് ആരാണ് ഉത്തരവാദി? ഇപ്പോഴത്തെ ഭരണകൂടം മുഹമ്മദ് യൂനിസിനെ തൂക്കിലേറ്റണം എന്നാ പറഞ്ഞതിനർത്ഥം. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ? ബാലൻസ് ചെയ്യുമ്പോൾ ഈക്വാലിറ്റി വരും, ഒരു പക്ഷേ ഒരു കോംപ്രമൈസും വരും. ഈ ഷെയ്ഖ് ഹസീനയുടെ ജീവന് യാതൊരു പോറലും ഏൽക്കുകയില്ല എന്ന അന്താരാഷ്ട്ര ഉറപ്പോടെ അവരെ നാട്ടിലേക്ക് അയക്കാൻ പറ്റും. ചില്ലറ സാറ് പറഞ്ഞ പോലെ ഇത് ചില്ലറ ബുദ്ധി ആവില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത് ബംഗ്ലാദേശിൽ തന്നെ ഉള്ളവരാവണമെന്നില്ല. അവരവിടെ ആവണമെന്നില്ല. ബംഗ്ലാദേശിൽ വീണ്ടും ബംഗ്ലാദേശിനെ പഴയതുപോലെ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ കയ്യിൽ കൊടുക്കാതെ നമുക്ക് സമാധാനത്തെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ അവസ്ഥ എത്തുന്നിടം വരെ സാറ് എപ്പോഴും പറയുന്ന പോലെ ഈ ഡീപ് സ്റ്റേറ്റ് ഈ പടിഞ്ഞാറന്മാർക്ക് മാത്രം അറിയാം. ഇപ്പൊ ലോകം പറയുന്നുണ്ട് ഇന്ത്യക്ക് നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയാമോ ഇന്ത്യ പറയുന്നത്. അതുകൊണ്ട് ഈ കലാപത്തിൽ ആരാണ് എന്ന കാര്യത്തില് അതെ ഈ കലാപം പട്ടാള ഭരണം അനിവാര്യമാണ് സാർ. ഈ കലാപം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഫെബ്രുവരി 22 തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ മഹാഭൂരിപക്ഷം, ബംഗ്ലാദേശിലെ മഹാഭൂരിപക്ഷം വരുന്ന ബംഗ്ലാദേശ് നിർമ്മിച്ച അവിടുത്തെ രാഷ്ട്രപിതാവിന്റെ പാർട്ടി അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി, ഇവർക്ക് വോട്ടവകാശമില്ല, മത്സരിക്കാൻ അവകാശമില്ല. ഞാനതാ പറഞ്ഞത്, അവർക്ക് മത്സരിപ്പിക്കാൻ അവകാശം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം. പട്ടാള ഭരണം അവിടെ പട്ടാള ഭരണം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, പലവട്ടം വന്നിട്ടുള്ളൂ. അവർ വന്നിട്ട് പറയും അവർക്ക് മത്സരിക്കട്ടെ, ആ മാൻഡേറ്റ് വന്നു കഴിയുമ്പോൾ ഹസീന മത്സരിക്കും. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് ഹസീന വരുന്ന ഒരു ഭരണം അവർ പറയുന്ന അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശാണുള്ളത്. നമുക്കിത് ഇങ്ങനെ പറയാം, കലാപവും അക്രമവും ഒന്നും ന്യായീകരിക്കാവുന്നതല്ല, പക്ഷേ ചില നേരങ്ങളിൽ കലാപവും അനിവാര്യമായിട്ട് ആവശ്യമായി വരും. അതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും ഇപ്പോ ബംഗ്ലാദേശിൽ അത് അനിവാര്യമാണ് എന്ന് വേണം പറയാൻ. അതെ, ABC മലയാളത്തിന്റെ കൂടെ ABCക്ക് ഒരു ഹിന്ദി ചാനലുണ്ട്, ABC ഹിന്ദി. അത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ വരിക്കാരാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.